അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ പാഠം 2 ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. പാഠം 1 ചോദ്യോത്തരങ്ങൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, അത് എല്ലാവരും കാണുക. പാഠം 2 കർബലയെ അണഞ്ഞ താരം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും സങ്കടകരമായ ഒരു യുദ്ധം നടന്നിരുന്നു. ഏതാണ് ആ യുദ്ധം? കർബല യുദ്ധം. എന്നാണ് കർബല യുദ്ധം നടന്നത്? ഹിജ്റ 61 മുഹറം 10 അത് നടന്നത്. കർബല യുദ്ധത്തിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം നടന്നിരുന്നു. എന്താണ് ആ സംഭവം? ഉസൈൻ റളിയല്ലാഹുവിനെയും തന്റെ കുടുംബാംഗങ്ങളെയും നിഷ്കരണം ഇറാഖിലെ ഗവർണർ ഉബൈദുള്ള ഇബ്നു സിയാദിന്റെ സൈന്യം വധിച്ചു കളഞ്ഞ സംഭവമായിരുന്നു അത്. ഉസൈൻ റളിയല്ലാഹുവിന് ആരാവുന്നു? നബി തങ്ങളുടെ പേരക്കുട്ടി ആണ് ഉസൈൻ റളിയല്ലാഹു. ഉസൈൻ റളിയല്ലാഹുവിന്റെ ഉമ്മയും ഉപ്പയും ആരാണ്? ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹുവിന്റെയും മകനായിട്ടാണ് ഉസൈൻ റളിയല്ലാഹു ജനിച്ചത്. അവരാണ് ഉസൈൻ റളിയല്ലാഹുവിന്റെ ഉമ്മയും ഉപ്പയും. ഉസൈൻ റളിയല്ലാഹുവിനെയും തന്റെ കുടുംബാംഗങ്ങളെയും വധിച്ചു കളഞ്ഞത് ആരായിരുന്നു? ഇറാഖിലെ ഗവർണർ ഉബൈദുള്ള ഇബ്നു സിയാദിന്റെ സൈന്യമായിരുന്നു അദ്ദേഹത്തെയും കുടുംബങ്ങളെയും വധിച്ചു കളഞ്ഞത്. ഉസൈൻ റളിയല്ലാഹുവിനെ ഖലീഫയാക്കാൻ കൂഫയിലെ ജനങ്ങൾ ക്ഷണിച്ചു. എന്ത് കാരണത്താല്? മുആവിയ തന്റെ പിൻഗാമിയായി മകൻ യസീദിനെ പ്രഖ്യാപിച്ചതിൽ എതിർപ്പുണ്ടായിരുന്ന കൂഫയിലെ ജനങ്ങൾ ഉസൈൻ റളിയല്ലാഹുവിനെ ഖലീഫയാക്കുവാൻ കൂഫയിലേക്ക് ക്ഷണിച്ചു. ഉസൈൻ റളിയല്ലാഹുവിനും കുടുംബവും കൂഫയിലേക്ക് എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉസൈൻ റളിയല്ലാഹുവിനും കുടുംബക്കാരും കൂഫയിൽ എത്തിയപ്പോൾ കൂഫയിലെ ജനങ്ങൾ വാക്കുമാറി. എപ്പോഴാണ് ഉസൈൻ റളിയല്ലാഹുവിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ഉബൈദ് റളിയല്ലാഹു സിയാദിന്റെ വൻ സൈന്യത്തിന്റെ മുന്നിൽ എത്തിപ്പെട്ടത്? ഉസൈൻ റളിയല്ലാഹുവിനും കുടുംബവും കൂഫയിലേക്ക് എത്തി. അപ്പോൾ കൂഫക്കാർ വാക്കുമാറി. അതിനുശേഷം ഉസൈൻ റളിയല്ലാഹുവിനും കുടുംബവും എത്തിച്ചേർന്നത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സൈന്യത്തിന് മുന്നിലായിരുന്നു. കർബല യുദ്ധത്തിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു? ഉസൈൻ റളിയല്ലാഹു അൻഹും തന്റെ കുടുംബത്തിലെ 16 പേരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 17 പേര്. എവിടെയാണ് കർബല? യൂഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല. ഉസൈൻ റളിയല്ലാഹു എവിടെ എപ്പോൾ ജനിച്ചു? ഹിജ്റ 4-ാം വർഷം ഷഅബാനിൽ മദീനയിലായിരുന്നു ഉസൈൻ റളിയല്ലാഹു ജനിച്ചത്. ഉസൈൻ റളിയല്ലാഹുവിന്റെ ആദ്യത്തെ പേര് എന്താണ്? ഹർബ്. ഹർബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാറ്റി വേറെ പേര് നൽകി. എന്താണ് ആ പേര്? ഉസൈൻ എന്നായിരുന്നു ആ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി എങ്ങനെയുള്ള ഒരാളായിരുന്നു ഉസൈൻ റളിയല്ലാഹു? ഹസൻ റളിയല്ലാഹുവിനെ പോലെ നബിയോട് രൂപസാദൃശ്യമുള്ള ഒരാളായിരുന്നു ഉസൈൻ റളിയല്ലാഹു അൻഹു. ഉസൈൻ റളിയല്ലാഹു എന്തിന്റെ കാര്യത്തിലാണ് കണിശത പുലർത്തിയിരുന്നത്? ആരാധനകളുടെ കാര്യത്തിൽ അദ്ദേഹം കണിശത പുലർത്തിയിരുന്നു. അദ്ദേഹം വലിയ ധൈര്യശാലിയും ദാനശീലനുമായിരുന്നു. അപ്പൊ നമ്മളുടെ താരിഖ് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 കഴിഞ്ഞിട്ടുണ്ട്. ഇനി 3ാം പാഠവുമായിട്ട് അടുത്തത് വരുന്നതായിരിക്കും. എല്ലാവരും പരീക്ഷയിൽ നല്ലവണ്ണം പഠിക്കുക. അസ്സലാമു അലൈക്കും.